എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരു റോസ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് ഇതുപോലെ വളർന്ന് പൂക്കളും മൊട്ടുകളും നിറയണമെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന റോസ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നതാണ് ആദ്യത്തുള്ള കാര്യം അല്ലേ. റീപോർട്ട് ശരിയായില്ലെങ്കിൽ പെട്ടെന്ന് ആ റോസ നശിച്ച കമ്പുകളൊക്കെ കറുത്ത ആ റോസ നശിച്ചു പോകുന്നതായിരിക്കും. മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് ഓടിക്കൊണ്ടുവന്ന റോസ അങ്ങ് റീപോർട്ട് ചെയ്തങ്ങ് വെക്കും. പെട്ടെന്ന് തന്നെ അന്ന് തന്നെ റീപോർട്ട് ചെയ്ത് വെക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് കറക്റ്റ് രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വർഷങ്ങളോളം റോസ നല്ല ഹെൽത്തി ആയിട്ടും നല്ലപോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ വീണ്ടും തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അതുപോലെ തന്നെ കുറച്ച് പേര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് റോസ റിപ്പോർട്ട് ചെയ്തെന്ന് കാണിക്കണമെന്ന്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരുക്കേണ്ടത് നല്ലൊരു പോട്ടി മിക്സാണ്. ഈ പോട്ടി മിക്സ് അന്ന് ഉണ്ടാക്കി വെച്ച പോട്ടി മിക്സ് ആയിരിക്കരുത്. റോസ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒരാഴ്ച വെച്ചേക്കുക. നമ്മുടെ കാലാവസ്ഥയുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വരിക. ഒരാഴ്ച വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. രണ്ടാഴ്ച വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാക്സിമം ഒരാഴ്ചയെങ്കിലും വെച്ചേക്കുക. നല്ല വെള്ളം വാർന്നു പോകത്തക്ക രീതിയിലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ചെടിച്ചട്ടി നല്ല ഹോളുള്ള ചെടിച്ചട്ടി ആയിരിക്കണം. അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടിക പീസോ ഓടിൻ്റെ കഷ്ണമോ അതല്ലെങ്കിൽ ചിരട്ട പീസോ ഒക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടിക പീസും അതുപോലെ തന്നെ ഓടിൻ്റെ പീസും ഉണ്ടെങ്കിൽ അതാണ് കൂടുതലും നല്ലത് കേട്ടോ. ഇനി റോസ റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിവശത്തെ കവറൊക്കെ കവർ മൊത്തം പൊട്ടിച്ച് കളയുക. വേറൊന്നും പൊട്ടാതെ തന്നെ കവർ പൊട്ടിച്ച് കളയുക. റോസ എപ്പോഴും നനച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്നാലും ഇത് പെട്ടെന്ന് പൊളിഞ്ഞ് വരുന്നുള്ളൂ. ഉറഞ്ഞ മണ്ണ് ഒരിക്കലും ഇരിക്കരുത്. ഉറഞ്ഞ മണ്ണ് പൊട്ടിക്കുകയും ചെയ്യരുത്. നനച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അടിഭാഗത്തെ മണ്ണ് പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ ഈ അടിഭാഗത്തെ മണ്ണ് കുറച്ച് ഒരു കാഭാഗം മാത്രം ഒന്ന് മാറ്റിക്കളയുക. ചിലവർ റോസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം കഴുകി വൃത്തിയാക്കി വേരോടുകൂടി വേരെല്ലാം കഴുകി ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്ത് റോസ നശിച്ചു പോകും. ആദ്യമൊക്കെ ചിലപ്പോൾ പൂ ഇട്ടെന്നിരിക്കും. പിന്നീട് ആ റോസ കമ്പുകളെല്ലാം കറുത്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു. ഞാൻ കഴുകി ഒരു വീഡിയോ കണ്ടതുപോലെ ചെയ്തതാണ്. കഴുകി വൃത്തിയാക്കി എല്ലാം നശിച്ചു പോയി. പിന്നീട് ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ മനസ്സിലാക്കിയത്. ഏകദേശം ഇത്രയും മണ്ണ് ഒന്ന് മാറ്റുക. അത്രയും മാത്രം മതി. ഇത്രയും മാറ്റിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കട്ടിയുള്ള കൊഴുകൊഴുത്ത മണ്ണാണ് ഞാൻ കുറച്ചങ്ങ് മാറ്റി കളഞ്ഞു കേട്ടോ. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ പോട്ടി മിക്സ് ചെയ്യുക. ഒരു ചെടിച്ചട്ടിക്ക് ഒരു ചട്ടിക്ക് ഒരു കൈപിടി വേപ്പിൻ പിണ്ണാക്കും, ഒരു കൈപിടി എല്ലുപൊടിയും, ഒരു കൈപിടി ചാണകപ്പൊടി, അതുപോലെ ഒരു കൈപിടി കുമായം, കുറച്ച് ഒരു സ്പൂൺ സാഫ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഒരു ചെടിച്ചട്ടിക്ക്. 1-2 ചെടിച്ചട്ടില്ല അതനുസരിച്ച് കൂട്ടിയെടുക്കുക. പിന്നെ കുറച്ച് ഒരു ചകിരിച്ചോറ് വേണമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ മണ്ണും മണലും 1:1 അനുപാതത്തിലെടുക്കണം. മണ്ണും മണലും നിർബന്ധമാണ്. മണ്ണും മണലും ഇല്ലെങ്കിൽ, ഇപ്പം മണലില്ലെങ്കിൽ നിങ്ങൾ കരിയില നന്നായിട്ട് ഉണക്കി പൊടിച്ചത് ഇതിൻ്റെ കൂട്ടത്ത് ഒരു മണ്ണും അതുപോലെ തന്നെ കരിയിലപ്പൊടി 1:1 അങ്ങനെ എടുക്കാം. കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അന്നേരം തന്നെ ഒരിക്കലും റീപോർട്ട് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് 1-1.5 ആഴ്ച മാക്സിമം ഒരാഴ്ചയെങ്കിലും മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നല്ല ട്രീറ്റ് ചെയ്ത് നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് നമുക്ക് കിട്ടും. നല്ല രീതിയിലുള്ള കുമ്മായമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെടിയിൽ ഓടും കഷ്ണമോ ഇഷ്ടിക പീസോ എന്തെങ്കിലുമൊക്കെ അടിയിലിട്ട് കൊടുക്കുക. നല്ല ഹോളുള്ള ചെടിച്ചട്ടി ആയിരിക്കണം. എന്നിട്ട് നമ്മുടെ റോസ ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കാഭാഗം മണ്ണ് നിറച്ചു. എന്നിട്ട് റോസ വെച്ച് കൊടുത്ത് പിന്നെയും പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു ബഡ് ചെയ്ത ഭാഗം തൊട്ട് താഴെ വരെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല പുട്ടുപൊടി പോലത്തെ മണ്ണാണ്. ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ പോട്ടി മിക്സ്. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ റോസ മണ്ണോ ഒരിക്കലും ഇങ്ങനെ ഉറഞ്ഞ മണ്ണിനകത്ത് കൊണ്ടുവെക്കരുത്. നല്ല വേരോട്ടം കിട്ടുന്ന ഒരു റോസയിൽ മാത്രമേ വർഷങ്ങളോളം പൂക്കളിടുകയും ആ വർഷങ്ങളോളം റോസ ഹെൽത്തി ആയിട്ട് 1 വർഷങ്ങളിൽ നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കത്തുള്ളൂ. 1 വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് റോസ റീപോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ മേൽമണ്ണും മാത്രം ഇളക്കി മാറ്റിയിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നല്ല പൊടിഞ്ഞ മണ്ണായിരിക്കണം നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഇനി അതിനകത്തെ നമ്മുടെ ആ ഒരു പൂക്കളും കറുത്ത കമ്പുകളുണ്ട്, അതും പഴുത്ത ഇലകളുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് നിർബന്ധമാണ്. അതിലെ പൂക്കളെ ഭംഗിയൊന്നും കണ്ടാൽ വെച്ചേക്കരുത്. പൂക്കളുള്ള ഭാഗം മുരടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഒഴിവാക്കുക. പിന്നെ നമുക്ക് ചിലപ്പോൾ ചില റോസുകളിൽ പുതിയ തളർപ്പ് കൊണ്ടുവരുമ്പോഴേ ഉണ്ടായിരിക്കും. അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെയുള്ളത് കളയാറില്ല. എന്നിട്ട് നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്ത ഉടനെ നമ്മൾ ഈ ഒരു പുതിയ റീപോർട്ട് ചെയ്ത റോസ ഉടനെ കൊണ്ട് വെയിലത്ത് വെക്കണ്ട. കാരണം അത് ശരിയാവത്തില്ല. ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത്, ഒത്തിരി തണലത്തോട്ട് കൊണ്ടുവെക്കരുത്. രാവിലത്തെ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്ത് കൊണ്ട് മാറ്റി വെക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റോസയിലെ ഇലകളെല്ലാം പൊഴിഞ്ഞിട്ട് പുതിയ തളർപ്പുകൾ വന്നു. നോക്കിക്കേ, എല്ലാത്തിലും പുതിയ തളർപ്പുകൾ വന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പം പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് വീണ്ടും മുട്ടുകൾ വരുന്ന സമയത്ത് പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ വീണ്ടും കുറേ കൂടെ പുതിയ തളർപ്പുകളും നിറയെ മുട്ടുകളും വരുന്നതായിട്ട് കാണാൻ സാധിക്കും.
ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണിത്. എല്ലായിടത്തും നല്ല പുതിയ തളർപ്പുകൾ വന്നു. ഇനിയിപ്പോൾ അതിലെല്ലാം മൊട്ടുകൾ വന്നിട്ടുണ്ട്. മൊട്ടുകളും വന്ന് 4ാമത്തെ ആഴ്ച ആകാറാകുമ്പം ഏകദേശം 1 മാസം ആകണ്ട അതിന് മുമ്പ് തന്നെ ഇലകളെല്ലാം വന്നു, പുതിയ തളർപ്പ് വന്നു, പൂമൊട്ടുകൾ വന്നു, മറ്റേ റോസയിലെ പൂക്കളും വിരിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമുക്ക് പിന്നെയും ഈ പ്രൂൺ ചെയ്ത് കൊടുക്കാം, ഈ പൂക്കളും മൊട്ടുകളും ഒക്കെ എന്ന്. അന്നേരം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ആ റോസ നിറയെ പുതിയ ബ്രാഞ്ചസ് വരും, അതിലെല്ലാം മൊട്ടുകളും വരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇനി നമുക്ക് വെയിലത്തോട്ടെടുത്ത് വെക്കാം. ഒരു 4 ആഴ്ച ആകുമ്പോഴത്തേന് നമ്മുടെ റോസ വെയിലത്തോട്ടെടുത്ത് വെക്കുക, മറക്കരുത്. വെയിലത്തോട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ റോസയിൽ നല്ല രീതിയിൽ പൂക്കൾ വരും. പിന്നെ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും വളം കൊടുക്കാം, പെസ്റ്റിസൈഡ് അതായത് കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. നല്ല നല്ല നമ്മുടെ വീട്ടിലുള്ള ജൈവവളങ്ങൾ കൊടുത്ത് നല്ലപോലെ റോസ ശരിയായി കിട്ടും കേട്ടോ.